എല്ലാവരും ഒരു ബോട്ടിൽ എങ്ങോട്ടോ ഒഴുകിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് അവർ വേറൊരു ബോട്ടിൽ കുറെ റക്കൂണുകളെ കാണുന്നു. അവർ ഒഴുകി ഒരു പുരാതന നഗരത്തിൽ എത്തുന്നു. അതിനകത്തൂടി അവർ ഒഴുകുന്നു. പട്ടിക്കുട്ടൻ റക്കൂണിന്റെ ഗ്ലാസ് ബോൾ എടുത്ത് കളിക്കാനായി പക്ഷിക്കൂട്ടന് ഇട്ടുകൊടുക്കുന്നു. പക്ഷിക്കൂട്ടൻ അത് തട്ടി വെള്ളത്തിലിടുന്നു. റക്കൂണും പക്ഷിക്കൂട്ടനും അടിയാകുന്നു. അതിനിടെ പൂച്ചക്കുട്ടൻ വെള്ളത്തിൽ വീഴുന്നു. ഒപ്പം കാപ്പിബാറയും. അപ്പോൾ ബോട്ടൊരു മരത്തിൽ തട്ടി നിൽക്കുന്നു. കാപ്പിബാറ നീന്തുന്നത് കണ്ട് പൂച്ചക്കുട്ടനും ഒരു കൂട്ടം മീനുകൾക്കിടയിലൂടെ നീന്തുന്നു. പൂച്ചക്കുട്ടനും കാപ്പിബാറയും വെള്ളത്തിൽ എന്തോ കൊണ്ട് പെട്ടെന്ന് ബോട്ടിലേക്ക് കയറുന്നു. അത് ഭീമാകാരൻ തിമിംഗലമായിരുന്നു. അവൻ ഉയർന്ന് ചാടുന്നു. അതിന്റെ തിരയിൽപ്പെട്ട് ബോട്ട് മരത്തിൽ നിന്ന് പിടിവിട്ട് വീണ്ടും ചലിക്കാൻ ആരംഭിക്കുന്നു. കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ പൂച്ചക്കുട്ടന് വിശക്കാൻ തുടങ്ങുന്നു. അവൻ വെള്ളത്തിലേക്ക് ചാടി കുറെ മീനുകളെ പിടിക്കുന്നു. അതിലൊന്ന് പട്ടിക്കുട്ടനും കൊടുക്കുന്നു. മഴ പെയ്യാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവർ പട്ടികളുടെ ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ ഒരു ടവറിൽ പട്ടിക്കുട്ടന്റെ കൂട്ടുകാർ നിൽക്കുന്നത് കാണുന്നു. അവർ അങ്ങോട്ടേക്ക് ബോട്ട് അടുപ്പിക്കുന്നു. അവരെയും ബോട്ടിൽ കയറ്റുന്നു. അവന്മാർ വന്ന് അവിടെയുള്ള റക്കൂണിന്റെ സാധനങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങുന്നു. അവന്റെ കണ്ണാടി അവന്മാർ പൊട്ടിച്ചു കളയുന്നു. മഴയുടെ ശക്തി കൂടുന്നു. ബോട്ട് ഒരു കൂറ്റൻ കൽത്തൂണുകളുടെ അടുത്തെത്തുന്നു. അപ്പോഴേക്കും കൂറ്റൻ തിരമാലകളും വരുന്നു. പക്ഷിക്കുട്ടൻ പെട്ടെന്ന് എങ്ങോട്ടോ പറന്നു പോകുന്നു. തിരമാലയിൽപ്പെട്ട് ബോട്ട് ഉലഞ്ഞപ്പോൾ പൂച്ചക്കുട്ടൻ വെള്ളത്തിൽ വീഴുന്നു. അവൻ നീന്തി അടുത്ത് കണ്ട പാറയിലേക്ക് കയറുന്നു. ബോട്ട് ഒഴുകി ദൂരെ എത്തിയിരുന്നു. പൂച്ചക്കുട്ടൻ അവിടെ കണ്ട സ്റ്റെപ്പ് കയറി കൽത്തൂണിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. മുകളിലെത്തിയ അവൻ അവിടെ പക്ഷിക്കുട്ടനെ കാണുന്നു. പെട്ടെന്ന് വെള്ളത്തുള്ളികൾ മുകളിലേക്ക് ഉയരുന്നു. അവർ രണ്ടുപേരും മുകളിലേക്ക് ഉയരുന്നു. ആകാശത്ത് ഒരു പോർട്ടൽ തുറക്കുന്നു. പക്ഷിക്കുട്ടൻ അതിനുള്ളിലേക്ക് പറന്നു പോകുന്നു. പക്ഷേ പൂച്ചക്കുട്ടൻ തിരികെ താഴെ വീഴുന്നു. പെട്ടെന്ന് പോർട്ടൽ അടയുന്നു. പക്ഷിക്കൂട്ടൻ അപ്രത്യക്ഷമാകുന്നു.